പെമ്പിള്ളേർ ബുള്ളറ്റ് ഓടിക്കുമ്പോൾ മാത്രം എന്താ ഇത്ര ചൊറി. ലാസ്റ്റ് വീക്ക് വൈൽ ഐ വാസ് ട്രാവലിംഗ് ഹോം, റൈറ്റ് സൈഡിൽ ഒരു ബൈക്കിൽ 2 പയ്യന്മാർ മിണ്ടാതെ വന്ന് എൻ്റെ വണ്ടി ഇടിക്കൂല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരുമാതിരി പേടിപ്പിച്ച് പാനിക്കാക്കിയിട്ട് നാണം കെടുത്താൻ വേണ്ടി, ഓർ ടു പ്രൊവോക്ക് മീ, എനിക്ക് മനസ്സിലായില്ല, ഇങ്ങനെ ആക്കിയിട്ട് they were making noises. Whoa, 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 whoa. This is how they were making noises. ഇതിങ്ങനെ ഇടിച്ചില്ല. അപ്പോൾ നമ്മൾ പെട്ടെന്ന് പാനിക് ആവുമല്ലോ. എനിക്ക് പണ്ടേ ബോധമില്ലാത്തതുകൊണ്ട് വേറെ എന്തൊക്കെയോ കാര്യങ്ങൾ ആലോചിച്ച് ഇങ്ങനെ പോകുമായിരുന്നു. അപ്പം ഐ ഡിഡ്ന്റ് മൈൻഡ്. ഐ വാസ് ലൈക്ക്, എൻ്റെ മനസ്സെന്നോട് 2 കാര്യം പറഞ്ഞു. ഒന്ന്, അവൻ്റെ അടുത്തോട്ട് കൊണ്ടുപോയിട്ട് എന്തടാ എന്ന് തിരിച്ച് ചോദിക്കണം. രണ്ടാമത്തത്, ജീവിതത്തിൽ റിയാക്ട് ചെയ്ത് ഇഷ്ടം പോലെ പണികൾ വാങ്ങിച്ച് കൂട്ടിയില്ലേ, ഈ പൊട്ടന്മാരോട് നമ്മൾ എന്താണെന്ന് ചോദിച്ചാലെന്ത്, ചോദിച്ചില്ലെങ്കിലെന്ത്, വിട്ട് വീട്ടിലേക്ക് പോവുക. സോ ഐ വാസ് ലൈക്ക്, വേണ്ട. ലൈക്ക് ഇത് നടക്കുന്നത് ആ ഒരു കിംസ് കഴിഞ്ഞിട്ടുള്ള ജംഗ്ഷൻ കഴിഞ്ഞിട്ട് അവിടെ നിർത്തി ചോദിച്ചവരെന്നൊന്നും ചെയ്യൊന്നുമില്ല. പക്ഷെ എനിക്ക് വയ്യ, ഈ പൊട്ടന്മാരുടെ അടുത്ത് എന്തിനാ നമ്മൾ കിടന്ന് സംസാരിച്ചിട്ട്. പിന്നെ ലൈഫ് ഈസ് നെവർ ഫെയർ ടു യു. നമ്മളെന്തെങ്കിലും പറഞ്ഞ് ഇവന്മാർ ഭ്രാന്തളകി നാളെ കുത്തി, എന്തിനാ വെറുതെ. എൻ്റെ മൈൻഡ് അത്രയും തിങ്ക് ചെയ്ത് പോയി. കാരണം അത്രത്തോളം പണി എനിക്ക് ലൈഫിൽ നിന്ന് റിയാക്ട് ചെയ്തതുകൊണ്ട് മാത്രം കിട്ടിയിട്ടുണ്ട്. ചില സാഹചര്യങ്ങളിൽ നമ്മളൊന്നും മിണ്ടാതെ പോകുന്നതാണ്. അത് പേടി അല്ല. അതായത് ഒരു ആന കുത്താൻ വരുമ്പോൾ നെഞ്ചും വിരിച്ച് നിൽക്കുന്നത് പേടിയല്ല, മണ്ടത്തരമാണ്. ചില സിറ്റുവേഷൻസിൽ നമ്മൾ ക്വയറ്റായിരിക്കണം. കാരണം റിയാക്ട് ചെയ്താൽ നമ്മൾ ചിലപ്പോൾ ഒരുപാട് അനുഭവിക്കേണ്ടി വരും അല്ലേ.